നമുക്ക് ഓടിച്ചിട്ട് വരാം. വാ. ഇതാണ് നമ്മുടെ ഗ്രാമം. ഹെവി ഓടിക്കാനൊക്കെ പടക്ക് തന്നെ, പടക്ക്. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ പൊളി അണ്ണ, പൊളി. ഒരു രക്ഷയില്ല. ആടാർ ഐറ്റം. നമസ്കാരം, എല്ലാവർക്കും എൻജിൻ ബീറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ അതിഥിയെ കണ്ടല്ലോ. വില്ലീസ് ജീപ്പാണെന്ന് കാഴ്ചയിൽ നിങ്ങൾക്ക് തോന്നും. വില്ലീസ് ജീപ്പല്ല, മഹീന്ദ്രയുടെ ജീപ്പാണ്. 1972 മോഡലാണ്. പക്ഷേ കട്ട്ചേസ് മിലിറ്ററി വില്ലീസിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവൻ്റെ വിശേഷങ്ങളാണ്. കുറേയധികം വിശേഷങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ കാർ പ്ലസ് വർക്ക്ഷോപ്പിൽ പണിക്ക് വന്നിരിക്കുകയാണ്. അപ്പം 4x4 പവർ ബ്രേക്ക് ആൻഡ് ഹൈഡ്രോളിക് ക്ലച്ച്, അതേപോലെ റോപ്പ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കയറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് നോർമൽ ഇപ്പം കണ്ട ഒറ്റ നോട്ടത്തിൽ നമുക്ക് വില്ലീസ് ജീപ്പാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ നേരെ ഇതിൻ്റെ വിശേഷങ്ങളിൽ കിടക്കാം. ആ വില്ലീസ് എന്നുള്ള ബാഡ്ജിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബോണറ്റിലായാലും ഹെഡ്ലൈറ്റ്, ആ വില്ലീസിന് വരുന്ന അതേപോലത്തെ ഹെഡ്ലൈറ്റും, അതിന് ഹെഡ്ലൈറ്റ് ഒരു കവറിങ് നൽകിയിരിക്കുന്നു. അതിന് താഴെ പാർക്ക് ലൈറ്റിൻ്റെതും, ഇതിനെല്ലാത്തിനും കവറിങ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല സ്ട്രോങ് ബമ്പറാണ് നൽകിയിരിക്കുന്നത്. ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. വളരെ ചെറുതായിട്ടുള്ള യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. ബാക്കി ഹുക്കുകൾ നൽകിയിട്ടുണ്ട്. 2 ഹുക്ക് നൽകിയിട്ടുണ്ട്. വില്ലീസ് മോഡലിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഇതിൽ. അതേപോലെ അഡീഷണൽ ഹെഡ്ലൈറ്റ് വില്ലീസിന് വരുന്ന പോലത്തെ 2 സൈഡുകളിൽ നൽകിയിരിക്കുന്നു. സൈഡ് ഇത് വരുമ്പോൾ വില്ലീസ് ജീപ്പിൽ വരുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ കാണാം. വില്ലീസ് ജീപ്പുകളിൽ കണ്ടുവരുന്ന പോലത്തെ ഷവ്വൽ, കയറാൻ നല്ല രീതിയിലുള്ളൊരു ഫുഡ് പാക്ക് നൽകിയിരിക്കുന്നു. കയറി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. മഹീന്ദ്രയുടെ ലോഗോയോട് കൂടിയ സ്റ്റിയറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഹോണൊക്കെ നല്ല പടക്ക് ഹോണാണ് കേട്ടോ. പിന്നെ ഗ്ലാസ് ഏരിയയിലും നമുക്ക് ഓപ്പൺ ജീപ്പാണ് നൽകിയിരിക്കുന്നത്. സീറ്റിങ്ങും ഇതൊക്കെ പക്കയാണ്. കാണാൻ വളരെ അടിപൊളിയാണെന്ന് തന്നെ പറയാം. വണ്ടി ലുക്കിൻ്റെ വയസ്സിൽ ഒരു രക്ഷയില്ല. അടിപൊളി എന്നു തന്നെ പറയാം. ഒരു 80% വില്ലീസ് ജീപ്പിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഈ മഹീന്ദ്ര ജീപ്പ്. നല്ലൊരു റോഡ് പ്രസൻസ് നൽകുന്നുണ്ട് ഈ വണ്ടി. അത്യാവശ്യം വൈഡായിട്ടുള്ള ടയറാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സെക്ഷനും അടിപൊളി തന്നെയാണ്. ഓപ്പൺ ജീപ്പാണെന്ന് കാഴ്ചയിൽ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് 2 ബക്കറ്റ് സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. വളരെയധികം സോഫ്റ്റായിട്ടുള്ള നല്ല രീതിയിൽ അപ്പോൾസ്റ്ററി ചെയ്ത സീറ്റുകളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ 2 പേർക്ക് അത്യാവശ്യം ഇരിക്കാം. ഒരാൾക്കാണെങ്കിൽ നല്ല സുഖത്തിന് ഇരിക്കാം. ബാക്കിലും ഒരു സീറ്റ് നൽകിയിരിക്കുന്നു. സ്റ്റിയറിങ് മഹീന്ദ്രയുടെ സ്റ്റിയറിങ് തന്നെ പവർ സ്റ്റിയറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതേപോലെ 4+1 ഗിയർ ബോക്സ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ മീറ്റർ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ മീറ്ററിൻ്റെ ഗ്ലാസ്സിനകത്ത് വില്ലീസ് എന്നുള്ള ഇത് കാണാം. അതേപോലെ ഫ്യൂൽ ഗേജ് ആയാലും ടെമ്പറേച്ചർ ആയാലും എല്ലാം വർക്കിംഗ് ആണ്. ഇവിടെ ഒരു ഗ്ലോ ബോക്സും ഇവിടെ നമുക്ക് പിടിക്കാനായിട്ടൊരു ഗ്രാബ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഈ വിൻഡോ നമുക്ക് മറിച്ചിടാവുന്നതാണ്. സൈഡ് വ്യൂ ഇങ്ങനെയാണ്.
ഡീസൽ ടാങ്ക് ഈ ഭാഗത്താണ് വരുന്നത്. അതേപോലെ ടെയിൽ സെഷൻ ഇവിടെയാണ്. അതേപോലെ ഒരു പാർക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട് താഴെയായിട്ട്. ഹുക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്ക് വണ്ടികളൊക്കെ ഇപ്പോൾ കെട്ടി വലിക്കണമെങ്കിൽ ഇത് റോപ്പിട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോകാം. അതേപോലെ ഫ്യൂൽ ക്യാൻ, നമുക്ക് ഡീസലൊക്കെ അത്യാവശ്യത്തിന് ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യത്തിനായിട്ട് എക്സ്ട്രാ സ്റ്റോറേജ് പോലെ നമുക്ക് കരുതാവുന്നതാണ്. ഇവിടെ ഒരു സ്റ്റെപ്പിനി ടയറിനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വ്യൂ ഇതാണ്. ലെഫ്റ്റ് സൈഡിലായി ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ പോലെ പിടിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ആക്സിൽ ഇവിടെയും നമുക്ക് ചവിട്ടി കയറാനുള്ളത്. ഇത് കോ പാസഞ്ചർ സീറ്റാണ്. ഇൻഡിക്കേറ്റർ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ മങ്കി ലൈറ്റ് അതിന് പുറകിലായിട്ടുണ്ട്. അതാണ് മങ്കി ലൈറ്റ്. വില്ലീസ് ജീപ്പുകളിലൊക്കെ വരുന്നതാണ്. ഇത് ആർമി ബോക്സ് എന്ന് പറയും. ആർമി ബോക്സ് കാരണം വില്ലീസ് ജീപ്പ് മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതാണ്. അന്നത്തെ സമയത്ത് ഈ ബുള്ളറ്റ്സ് ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ ഉള്ള ആർമി ബോക്സുകളാണ് ഇത്. ഒരു വുഡ് ആയിട്ടുള്ള ഒരു ഇത് നൽകിയിരിക്കുന്നു. അതേപോലെ ഒരു ലോക്ക് നൽകിയിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ബോണറ്റൊക്കെയാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്ട്രോങ് വണ്ടിയാണ്. നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഇത് മഹീന്ദ്ര വണ്ടി കട്ട്ചേസ് വില്ലീസ് ആക്കിയതാണെന്ന്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ഇപ്പോഴും മഹീന്ദ്രയുടെ DA എൻജിനാണ് നൽകിയിരിക്കുന്നത്. അതിപ്പോഴും അത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് വരുന്നത്. അതേപോലെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ വരുന്നത് ഇവിടെയാണ്. ബാക്കി DA എൻജിനാണ്. മഹീന്ദ്രയുടെ DA എൻജിൻ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. എൻജിനിൽ വേറെ ചേഞ്ചൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഇനി ഇത് 4x4 പവർ ബ്രേക്കും അതേപോലെ ഹൈഡ്രോളിക് ക്ലച്ചുമാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ വരുന്ന ഈ ബോക്സ് മാറ്റം വരും. അതിന് പ്ലേസ് മാറും. ഈ ഭാഗത്തായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അതേപോലെ ഇതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ യൂണിറ്റ് ഇത്രയും ചെറിയൊരു യൂണിറ്റ് നമുക്ക് ചെയ്യാൻ വളരെ പാടാണ്, ലഭിക്കാൻ പാടാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ കുറഞ്ഞ ചിലവിൽ, അല്ലെങ്കിൽ നമുക്കിപ്പം സ്ക്രാപ്പിലോ അല്ലെങ്കിൽ വേറെ വർക്ക്ഷോപ്പുകളോ ഷോറൂമുകളിലോ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കടകളിലോ ഒന്നും ഇത് കിട്ടാൻ വളരെയധികം സാധ്യത കുറവാണ്. നമ്മളെ കാർ പ്ലസിൽ ഇത് അവൈലബിളാണ്. അവർ അറേഞ്ച് ചെയ്ത് ഇത് വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ ഇതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ വേറെ ഷോപ്പിലാണ് ചെയ്തത്. ഇപ്പം 4x4 ഈ പവർ ബ്രേക്കും അതേപോലെ ഹൈഡ്രോളിക് ക്ലച്ചിൻ്റെ വർക്കിനുമായിട്ടാണ് ഇപ്പം കാർ പ്ലസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ 4x4 ഹൈഡ്രോളിക് ക്ലച്ചിൽ പവർ ബ്രേക്കോട് കൂടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് മഹീന്ദ്ര കട്ട്ചേസിലോട്ട് മാറ്റി വില്ലീസ് ജീപ്പ് പോലെ മോഡലാക്കിയിരിക്കുകയാണ്. അതേപോലെ ഇതിന് വേറൊരു വർക്കും കൂടിയുണ്ട്. ഇവിടെ മറ്റേ റോപ്പ് അഡീഷണൽ റോപ്പ് ഫിറ്റ് ചെയ്ത് ഇപ്പം ഓഫ് റോഡിങ് സമയത്ത് കൂടുതൽ ഹെൽപ്പാവുന്ന രീതിയിലാണ് റോപ്പ് നൽകാനും കൂടിയാണ് വന്നിരിക്കുന്നത്. റോപ്പ് അതേപോലെ പവർ സ്റ്റിയറിങ്, പവർ ബ്രേക്ക്, 4x4. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കുകൾക്ക് നിങ്ങൾക്ക് കാർ പ്ലസിലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിക്കാവുന്നതാണ്. പിന്നെ ആ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു റോപ്പ് ചെയ്യാൻ പോകുന്നു. അതേപോലെ അവിടെ ഇത് സെപ്പറേറ്റ് ഇപ്പം വെളിയിലൊക്കെ കിട്ടാൻ വലിയ പൈസ ആയിരിക്കും. ഇത് കിടിലായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ക്യാൻ, ഡീസൽ ക്യാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെളിയിൽ സ്പെയറൊക്കെ നല്ല വിലയായിരിക്കും. അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കും, അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമുക്ക് ഓടിച്ചിട്ട് വരാം, വാ. വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു മഹീന്ദ്ര ജീപ്പ് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പം ഓഫ് റോഡും ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ വഴിയും ഓടിച്ചു നോക്കി, അതേപോലെ റോഡും ഓടിച്ചു നോക്കി. ഇതിലെ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അടിപൊളി തന്നെയാണ്. കാരണം ആ ഒരു ഓഫ് റോഡിങ് റോഡ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ പോകുമ്പോൾ ആ കുലുങ്ങി പോണതിൻ്റെ ഒരു സുഖം, മോനെ ഒരു രക്ഷയില്ല, പൊളി. ഇതാണ് നമ്മുടെ ഗ്രാമം, ഹെവി. പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ടും സെറ്റ് തന്നെ. ഇനി ആ പവർ ബ്രേക്കും കൂടി കയറുമ്പം ഹെവി ആവും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും നല്ലൊരു ഫീലാണിത് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. വളരെയധികം എന്താ പറയുക, വാക്കുകളില്ല, അത്രയും കിട്ടിലാണ് ഓടിക്കാൻ. പക്ഷേ നമ്മളെ റോഡേക്കാളും പൊട്ടിപ്പൊളിഞ്ഞ റോഡേ ഓടിക്കുന്നതായിരുന്നു സുഖം, അടിപൊളി തന്നെ. പിന്നെ പവർ ബ്രേക്കും 4x4 ഇതെല്ലാം വരുമ്പം പടക്കായിരിക്കും ഈ വണ്ടി. പടക്ക് മീൻസ് അടിപൊളി 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 എന്നുള്ളതാണ്. ഇത് നമ്മളെ സ്വന്തം വെള്ളല്ലൂർ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കൂടെ പൊളി വണ്ടി പോവേക്കാണ്. ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. വിട്ടുപോയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ഒരു റിവ്യൂ ചെയ്യുന്നതാണ്. ഒന്ന് കൂടുതൽ ഓഫ് റോഡൊക്കെ ചെയ്ത് നോക്കാം. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക,
മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീണ്ടും സന്ധിക്കും വരെ നന്ദിയോട് വണക്കം.